ഇപ്പോൾ ഇതിന് വാർത്തയിലേക്കാണ്. സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. മോചന ഹർജി പരിഗണിക്കുന്ന റിയാദിലെ കോടതി വീണ്ടും മാറ്റിവെച്ചു. ഇത് 8ാം തവണയാണ് കേസ് മാറ്റിവെക്കുന്നത്. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ചെയ്തു. രാഹുൽ, വീണ്ടും ഒരു സങ്കട വാർത്ത. ഇത്തവണയും മോചനമില്ല. 8ാം തവണയും അബ്ദുൾ റഹീമിന്റെ കേസ് മാറ്റിവെക്കുന്നു. വീണ്ടും സാങ്കേതിക കാരണങ്ങൾ തന്നെയാണോ കേസ് മാറ്റിവെക്കുന്നതിന് കാരണമായി നമുക്ക് ലഭിക്കുന്ന വിവരം? സുഹൈൽ ഇത് തുടർച്ചയായ 8ാം തവണയാണ് അബ്ദുൾ റഹീമിന്റെ കേസ് മാറ്റിവെക്കുന്നത്. സുഹൈൽ സൂചിപ്പിച്ച പോലെ തന്നെ സാങ്കേതിക കാരണങ്ങൾ എന്ന് തന്നെയാണ് ഇന്നും ഈ കേസ് മാറ്റിവെക്കാനായി പറയുന്നത്. 2 മണിയോടെ, അതായത് ഇന്ത്യൻ സമയം 2 മണിയോടെയാണ് റിയാദിലെ ക്രിമിനൽ കോടതി കേസ് പരിഗണിച്ചത്. അബ്ദുൾ റഹീമിന്റെ അഭിഭാഷകരും ഓൺലൈനായാണ് കേസിൽ ഹാജരായത്. തുടർന്ന് അല്പസമയത്തിനുള്ളിൽ നേരത്തെ 7 തവണയും സംഭവിച്ച പോലെ തന്നെ കേസ് മാറ്റിവെക്കുന്നു എന്ന കാര്യങ്ങൾ അറിയിക്കുകയായിരുന്നു. ഇനി എന്നാണ് കേസ് പരിഗണിക്കുന്നതെന്ന് സംബന്ധിച്ചും ഇതുവരെയും ഒരു അറിയിപ്പ് ലഭ്യമായിട്ടില്ല. എന്താണെങ്കിലും ഇന്ന് നിരാശയാണ്. കഴിഞ്ഞ വർഷം ജൂലൈ 18-ാം തീയതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വധശിക്ഷയിൽ നിന്നും അബ്ദുൾ റഹീമിനെ ഒഴിവാക്കിയത്. പക്ഷേ ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് മോചന ഉത്തരവ് മാത്രമാണ് പുറത്തിറങ്ങാനുള്ളത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് നീളുകയാണ്. ഇന്നെന്തായാലും മോചന ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു അബ്ദുൾ റഹീമിൻ്റെ കുടുംബവും അതുപോലെ തന്നെ അബ്ദുൾ റഹീം നിയമസഹായ സമിതിയും ഉണ്ടായിരുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത അത് മോചന ഉത്തരവ് ഇന്നുണ്ടാകുന്നില്ല, വീണ്ടും കാത്തിരിക്കേണ്ടി വരും എന്ന വിവരം തന്നെയാണ് സുഹൈൽ. ഇനി സൗദിയിൽ നിന്ന് ആശ്വാസ വാർത്ത വരുന്നില്ല. വീണ്ടും സങ്കടകരമായ വാർത്ത തന്നെ. അബ്ദുൾ റഹീമിന്റെ മോചനം വീണ്ടും വൈകും. 8ാം തവണയും കേസ് പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നു.